നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു സംരംഭത്തെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടെ ആയിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് എത്രത്തോളം ഉയരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കുറേയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണേലും വലിയൊരു സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വയനാട് തവിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലില്ലീസ് എന്ന് പറയുന്ന ഒരു ഫാമാണ്. അതായത് ഡയറി ഫാമാണ്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു ഫാമാണ്. പക്ഷേ ഈ ഒരു 2-3 വർഷത്തിനിടയ്ക്ക് ഈ ഒരു ലില്ലീസിൻ്റെ പ്രോഡക്റ്റ്സ്, പ്രത്യേകിച്ച് തൈര്, അതുപോലെ തന്നെ പാക്കറ്റ് പാലുകൾ ഒക്കെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് വയനാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെ ഇപ്പോൾ വളരെ അധികം പ്രസിദ്ധി ആർജിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ലില്ലീസ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. അപ്പം നമ്മൾ ആ ലില്ലീസ് എന്ന് പറയുന്ന സ്ഥാപനം കാണാനായിട്ടും അതുപോലെ തന്നെ അത് തുടങ്ങി വെച്ച ആ ഒരു ചേച്ചിയെ പരിചയപ്പെടാനായിട്ടുമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലില്ലീസിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. നമസ്കാരം, എൻ്റെ പേര് ടോണി മാത്യു. ഞാൻ ലില്ലീസ് ഫാം പ്രൊഡക്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മൾ 150ഓളം പശുക്കളും ആ പശുക്കൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പാൽ ഉപയോഗിച്ച് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളും ലില്ലീസ് എന്ന ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യുന്നു. നമുക്ക് സ്വന്തമായിട്ട് 150ഓളം പശുക്കളുണ്ട്, കിടാക്കളുണ്ട്. നമ്മുടെ ഈ ഫാമിന്റെയും ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെയും കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ അറിയാം. ഇത് ഏത് വർഷമാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്? ഇത് ഏകദേശം ഒരു 20 വർഷത്തോളമായി നമ്മൾ ഫാമിംഗ് രംഗത്ത് ഉണ്ടായിട്ട്. 4 വർഷത്തോളമായി നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചിട്ട്. അതായത് പുറത്തേക്ക് വിതരണം തുടങ്ങി. അതെ. നമ്മൾ ആദ്യം സ്വന്തം നമ്മുടെ ഫാമിലെ പാല് അത് സൊസൈറ്റി, മിൽമ സൊസൈറ്റിക്ക് കൊടുക്കുന്ന രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ശേഷമാണ് പിന്നീട് നമ്മളത് ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്ന രീതിയിലേക്കും കൂടുതൽ പശുക്കളിലേക്കും ഫാം വലുതാക്കുന്ന രീതിയിലേക്കും വന്നത്. അമ്മയായിരിക്കുമല്ലോ തുടങ്ങിയത്? എന്റെ അമ്മയായിട്ടാണ് ഈ ലില്ലീസ് എന്ന ബ്രാൻഡ് ആരംഭിച്ചത്. നമ്മൾ പാരമ്പര്യമായിട്ട് പശുക്കൾ, നമ്മുടെ കുടുംബത്തിലെ പണ്ടോട്ടെ പശുക്കളുണ്ട്. 10-20 പശുക്കളോളൊക്കെ ചെറുപ്പകാലം തൊട്ടേ ഉള്ളതാണ്. പിന്നീട് അമ്മയിലൂടെ വന്ന് ഒരു നല്ല ഫാം ആയി മാറി. പിന്നീട് ഞാൻ പഠനശേഷം ഇത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ഉദ്ദേശം ഞാനും അമ്മയും നമ്മുടെ അച്ഛനെല്ലാം ചേർന്ന് നമ്മളൊരു ലില്ലീസ് എന്ന ബ്രാൻഡിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുകയാണ് ചെയ്തത്. ഇത് ഓർഗാനിക് ആണെന്ന് നമ്മൾ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ ഇതിൽ മെയിനായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പാല് ഏറ്റവും ശുദ്ധമായതും പരിശുദ്ധമായതുമായിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം. അപ്പം നമ്മൾ നൽകുന്ന തീറ്റ നല്ലതായിരിക്കണം. ആ തീറ്റ, അതിന്റെ പരിചരണ രീതിയെല്ലാം തികച്ചും ശാസ്ത്രീയവും അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ചേർന്ന് ആവണം. അതിനുവേണ്ടി നമ്മൾ കമ്പനി കാൽത്തീറ്റകൾ നൽകുന്നില്ല. നമ്മൾ സ്വയം തയ്യാറാക്കിയ ചോളം, മുത്താറി, തവിട്, അത് നമ്മൾ തന്നെ കണ്ടുപിടിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് അത് കൊണ്ടുവന്ന് അത് മില്ലിൽ പൊടിച്ച് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന തീറ്റയാണ് പശുക്ക് നൽകുന്നത്. ഒപ്പം തന്നെ നമുക്ക് 12 ഏക്കറോളം പുൽകൃഷിയുണ്ട്. ഈ പുൽകൃഷിയിൽ നമ്മൾ ഈ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചാണകം തന്നെയാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ 12 ഏക്കറോളം തന്നെ നമ്മൾ പുൽകൃഷി ചെയ്ത് ഈ പുല്ലും അതോടൊപ്പം തന്നെ നമ്മൾ ശേഖരിക്കുന്ന വിവിധ ധാന്യങ്ങളും ചേർത്ത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന തീറ്റ മിശ്രിതമാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ ജില്ലകളിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്? പ്രധാനമായിട്ട് നമ്മൾ 3 ജില്ലകളിലായിട്ടാണ് വിതരണം ചെയ്യുന്നത്: വയനാട്, കണ്ണൂർ, കോഴിക്കോട്. നമ്മുടെ വയനാട് നമ്മൾ മാനന്തവാടിയാണ് ഇത് നമ്മൾ ആരംഭിച്ചത്. ശേഷം നമ്മൾ പതുക്കെ മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. 3 ഔട്ട്ലെറ്റുകൾ ലില്ലീസിന്റെ പേരിലുണ്ട്. ഈ ഔട്ട്ലെറ്റുകളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ലില്ലീസ് നെയ്യ് എത്തുന്ന രീതിയിലുള്ള സൗകര്യവും നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ വിദേശത്ത്, ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് ലില്ലീസ് നെയ്യ് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇത് പാല് പുറത്തുനിന്ന് എടുക്കുന്നുണ്ടോ നിങ്ങൾ? അതെ, നമ്മൾ തെരഞ്ഞെടുത്ത കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പാല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ പാല് കൊണ്ട് മാത്രം ഇത്ര ഉൽപ്പന്നങ്ങളാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടേത് മാത്രം ഉദ്ദേശിച്ചായിരുന്നു തുടങ്ങിയത്. പക്ഷെ അതിന്റെ ആളുകളുടെ ആവശ്യവും നമ്മുടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പിന്നെ കൂടുതൽ പാൽ ആവശ്യമായി വന്നു. അപ്പോഴും പക്ഷെ നമ്മൾ ഫാം വലുതാക്കാനും സ്വന്തമായി തന്നെ പരമാവധി പാൽ ഉൽപ്പാദിപ്പിച്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ്.
ചേച്ചി ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഒരു 26 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 26 വർഷം. ഇങ്ങനെ ഈ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര? പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷമായില്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രചോദനം എന്താണ്? പ്രൊഡക്ഷൻ നമ്മൾ കുറേ കാലം മുന്നേ തന്നെ ഇത് ആഗ്രഹിക്കുന്നതാ. ഓക്കെ. ഒരു 2014 നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതാണ്. അതിനുശേഷം പിന്നെ പാല് ഉൽപ്പാദനം കൂടി ഓരോ വർഷവും നമ്മൾ ഒന്നിച്ചല്ല ഇത്രയും പശുക്കൾ പാലൊക്കെ ആയത്. ഓരോ വർഷവും പടിപടിയായിട്ട് കയറി വന്നതാണ്. അപ്പം പാല് കൂടി വന്നപ്പം നമുക്ക് ആ പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കണം എന്ന് കൂടുതൽ തോന്നി. നമ്മുടേതായ പ്രൊഡക്റ്റ് ഇറക്കണം എന്ന് തോന്നി. അപ്പം അതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാലിൻ്റെ ലഭ്യത റെഡിയായപ്പോൾ നമുക്ക് ശരിക്കും പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോൾ തീരെ കുറഞ്ഞ പാലിൽ ഇറക്കുമ്പോൾ നമുക്കൊരു വ്യാവസായികമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചുള്ളവർക്ക് ചെയ്യാം, എങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പായിട്ടാണ് ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ ആ പാലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉൽപ്പന്നത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം 4 ജില്ലകളിൽ ഉണ്ടല്ലേ, സപ്ലൈ ഉണ്ടല്ലേ? ഇല്ല, ഞങ്ങൾ ചെയ്യുന്നത് 4 അല്ല, ഇപ്പം കണ്ണൂരും വയനാടും കോഴിക്കോടും 3 ജില്ലകളിൽ. പിന്നെ നെയ്യ് മൊത്തം രാജ്യം മൊത്തം കയറിപ്പോകുന്നു. നെയ്യ് ആമസോണിലും പിന്നെ ഗൾഫിലേക്കൊക്കെ വിട്ടിട്ടുണ്ട്. അതേപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നമുക്ക് അയക്കാൻ പറ്റും. ആമസോണിന്റെ ഒക്കെ പാക്കിംഗ് ഇവിടെ ആമസോണിൽ വിടുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന റേറ്റിൽ തന്നെയാണ് ആമസോണിലും കൊടുക്കുന്നത്? അല്ലല്ല, ആമസോണിൽ റേറ്റ് കുറച്ച് കൂട്ടിയ. പിന്നെ നെയ്യ് നമുക്ക് വീട്ടിൽ നിന്ന് ഹോൾസെയിൽ കൊടുക്കുന്ന നെയ്ക്ക് പല റേറ്റാണ്. MRP റേറ്റ് ഒന്ന് വേറെ ഉണ്ട്. അതുകൂടാതെ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അയച്ചു കൊടുക്കുന്ന നെയ്ക്കൊക്കെ കുറച്ചും കൂടെ റേറ്റിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന്റെ തുടക്കം ചേച്ചി ഒറ്റയ്ക്കായിരുന്നോ? ഇത് സ്റ്റാർട്ടിങ് ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ഹസ്ബൻഡ് ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അവരുടെ എല്ലാം മുഴുവൻ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്, പിള്ളേരാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും. പിന്നെ ഇപ്പം ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് ഇതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. മോനുണ്ട്, ഹസ്ബൻഡുണ്ട്, ഞാൻ മെയിനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ നല്ല സജീവമായ പിന്തുണയുണ്ട്. പിന്തുണ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് മുഴുവനായിട്ടും മോനാണ് നോക്കുന്നത്. ഇവിടെ ഫാമിലെയും ഈ പ്ലാന്റിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റ് പിന്നെ പുറമേയുള്ള പുല്ല് 14 ഏക്കറോളം സ്ഥലം പുൽകൃഷിയുണ്ട്. അതേപോലെ മറ്റ് പണികളുണ്ട്. അതിലെല്ലാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുറമേ നിന്ന് ജോലിക്കാരെ കൊണ്ടുവന്ന് ചെയ്യുന്നത് അടക്കമുള്ള എല്ലാ പണികളും, പിന്നെ റെക്കോർഡിക്കലായിട്ടുള്ള നമ്മുടെ ഇതിന് കുറേ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. എത്ര സ്റ്റാഫുണ്ട് ഇവിടെ? സ്ഥിരമായിട്ട് നമുക്കിപ്പോൾ ഒരു 26 പേര് ഈ മേഖലയിൽ സ്ഥിരം ജോലി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് പശുക്കൾ ഇവിടെ ഉള്ളത്? പിന്നെ HF ആണ് മെയിനായിട്ട്. HF ക്രോസ് ഇനങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ജേഴ്സി HF ക്രോസ് ആണ് അധികവും. പിന്നെ ജേഴ്സി ഉണ്ട്, റെഡ് സിന്ധി, ഗീർ എല്ലാം ഉണ്ട്. നാടൻ ഇനങ്ങളില്ല, അത് ഗീറാണ്. അത് ഗുജറാത്തിന്റെ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയോടൊക്കെ നന്നായിട്ട് ഇണങ്ങും. നല്ല ഇണക്കമുള്ള പശുക്കൾ തന്നെയാണ്. ഒരു ദിവസം എത്ര ലിറ്റർ പാല്? എത്ര പശുക്കളുണ്ടെന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമുക്ക് പശു 120 എണ്ണം ഉണ്ട്. അതിൽ കറവേല് ഒരു 100ന്റെ അടുത്താണ് കറവേലുള്ളത്. ഈ 100 എണ്ണത്തിന് എത്ര ലിറ്റർ? 1300-350 ലിറ്റർ പാലാണ് ഇപ്പൊ ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്യുന്ന കേടില് പുളിയില്ലാത്ത ബോട്ടിൽ തൈര്, പുളിയുള്ളതും പുളിയില്ലാത്തതുമായ ബോട്ടിൽ തൈര് ചെയ്യുന്നുണ്ട്. മീഡിയം പുളിയിൽ പാക്കറ്റ് തൈര് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 3 ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ബൾക്കായിട്ട് തൈര് കൊടുക്കുകയാണ്. അത് കല്യാണ ഓർഡർ, അതുപോലെ പിന്നെ കാറ്ററിംഗ് ഫങ്ഷൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് 100 ലിറ്റർ 50 ലിറ്റർ അങ്ങനെ ബൾക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒരു സ്പെഷ്യലായിട്ടൊരു തൈരാണ് ഉണ്ടാക്കുന്നത്. അത് ക്യാനിൽ വെച്ചിട്ട് 40 ലിറ്റർ കൊള്ളുന്ന ക്യാനിൽ നിറച്ചിട്ട് തൈരാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതും പുളി, അതിൻ്റെ പുളി എന്ന് പറയുന്നത് ഒരു മീഡിയം പുളിയാണ്. പക്ഷെ 4 തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് പുളിയുള്ള കറിത്തൈര്, പുളിയുള്ളത്. പിന്നെ ഇത് പുളിയില്ലാത്ത കട്ടത്തൈര്, ഇതിന് തീരെ പുളി കുറവായിരിക്കും. ഇത് നമ്മുടെ പാക്കറ്റ് തൈരാണ്, മീഡിയം പുളിയിൽ.
ഇതാണ് മീഡിയം പുളിയുള്ള പാക്കറ്റ് തൈര്. ഇതൊക്കെ ഞങ്ങളുടെ ക്യാനിലുള്ള തൈരുകളാണ്, ഞങ്ങൾക്ക് ഷോപ്പിൽ കൊടുക്കാനുള്ളത്. ഇതിപ്പോൾ ഇന്നത്തേനുള്ളത് ഹോട്ട് റൂമിൽ റെഡിയാകുന്നേ ഉള്ളൂ. ആ നെയ്യ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് 50 മില്ലി തൊട്ട് ചെറുത് തൊട്ടുണ്ട്. 50 മില്ലി ഇത് ചെറുത്, 50 മില്ലി, 100 മില്ലി, 200 മില്ലി, 1/2 ലിറ്റർ, 1 ലിറ്റർ. പിന്നെ ബൾക്കും കൊടുക്കും. മറ്റേ ബേക്കറി ആവശ്യങ്ങൾക്കൊക്കെ ബൾക്കായിട്ട് ടിന്നിൽ നിറച്ച് കൊടുക്കും. ഇത് പേടയാണ്, ഇന്നുണ്ടാക്കിയ പേടയാണ്. പിന്നെ പേടേൻ്റെ ഒപ്പം ഗുലാം ജാമുൻ ഉണ്ട്. ഗുലാം ജാമുൻ, ഗീ ലഡു, ഗീ വട അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സ്വീറ്റ്സ് ആയിട്ട് ഒരു 4-5 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ 3 എണ്ണം ഉണ്ട്. ഇപ്പം 3 എണ്ണമാണ് ഉള്ളത്. സിപ്പപ്പ് ചെയ്യുന്ന മെഷീനാണ്. ഇങ്ങനെയുള്ള പാത്രങ്ങളിലാണ് തൈര് പിടിക്കുന്നത്, നമ്മുടെ ബൾക്ക് തൈര് പിടിക്കുന്നത്. ഇത് തൈര് പാക്കറ്റ് അടിക്കുന്ന മെഷീനാണ്. തൈര് പാക്കറ്റ് ഇതിൽ ഈ ടാങ്കിൽ ഉറയിട്ട് മിക്സ് ആക്കിയാൽ ഇതിൽ പാക്കറ്റ് അടിച്ചെടുക്കാം. ഇത് പാക്ക് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇത് ഇന്ന് എടുത്തതാണ്. ഇത് തൈരിൽ 3 പ്രാവശ്യം മുളകിടും. ഒന്ന് ആദ്യത്തെ ഒരു തവണ മുളകിട്ട് അത് വാരി ഡ്രയറിലാണ് ഉണക്കുന്നത്. അത് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഇടും. അങ്ങനെ ഈ തൈര് ഇതിൽ നന്നായി പിടിക്കുന്നവരെ മുളകിൽ തൈരിലിടും മുളക്. എന്നിട്ട് എടുക്കുന്ന ഒരു പേക്കിന് 40 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പ്രോസസിങ് യൂണിറ്റ് ആണ്. ഇതിൽ നമ്മൾ പാല് ഇതിൽ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഈ pH ചൂടാകും. അങ്ങനെ നമുക്ക് ക്രീം എടുക്കേണ്ടത് ക്രീം എടുക്കാം. ഇത് പിന്നെ നമ്മൾ ഇവിടെയാണ് ശരിക്കും പാല് മിക്സ് ആക്കുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഈ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ടാങ്കാണ്. ഇതിലേക്ക് പാല് വന്നാൽ ഈ ബോർഡിൽ നമുക്ക് ഓരോന്നിൻ്റെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇട്ടാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായിട്ട് പാല് പാസ്ചറൈസ് ചെയ്യും, ഹോമോജനൈസ് ചെയ്യും. അതിനുശേഷം റിട്ടേൺ ഈ ടാങ്കുകളിൽ വന്ന് നിറയും. ഈ ടാങ്കുകളല്ലേ? ഇത് ഒരു BMC ആണ്, 1000 ലിറ്ററിൻ്റെ BMC ആണിത്. ഇതിലേക്ക് നമുക്ക് പാല് പ്രോസസ്സ് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് ഹോമോജനൈസ് ചെയ്ത് പാല് ഇതിൽ വീഴ്ച കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് അത് 2 ഡിഗ്രി 4 ഡിഗ്രിയിലേക്ക് പിന്നെ ടെമ്പറേച്ചർ ആകും. അപ്പോൾ നമുക്ക് ഈ ഇതിൽ പാല് പാക്കറ്റ് അടിക്കാം. പാല് പാക്കറ്റ് അടിക്കുന്ന പാല് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു പാല് പാസ്ചറൈസ് ചെയ്യുക, 90 ഡിഗ്രി ചൂടാക്കി ഹോമോജനൈസ് ചെയ്ത് തണുക്കുക എന്നുള്ളതാണ് പ്രോസസ്സിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ ടാങ്കുകളിലെല്ലാം നമ്മൾ പാല് നിറയ്ക്കും. ഒരു ടാങ്കിൽ, ആദ്യത്തെ ടാങ്കിൽ പാല് നിറച്ചാൽ അതിൽ ഉറയിട്ട് പാക്കറ്റ് അടിക്കുമ്പോഴേക്കും അടുത്ത ടാങ്കുകളിൽ നിറയും. മണിക്കൂറിൽ 500 ലിറ്റർ ഔട്ട് വരുന്ന പ്രോസസ്സിങ് യൂണിറ്റാണിത്. അപ്പോൾ ഓരോ ടാങ്കും നമ്മളിങ്ങനെ മാറി മാറി ഒഴിവാക്കി പാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ബൈപ്പാസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാല് വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് ഒരു 3-4 മണിക്കൂർ കൊണ്ട് 2000 ലിറ്ററോളം നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു 2000 ലിറ്ററേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പാല് തികയാത്തത് നമ്മൾ ഇവിടുന്ന് സൊസൈറ്റിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ 2000 ലിറ്ററോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 2 മണിക്കൂറും കൊണ്ട് നമുക്കിത് പ്രോസസ്സിങ് നടക്കും. പിന്നെ ക്ലീനിങ് എല്ലാമായിട്ട് 1 മണിക്കൂർ, സ്റ്റാർട്ടിങ്ങിലും ലാസ്റ്റും അരമണിക്കൂർ വെച്ച് ക്ലീനിങ്ങിന് പോകും. അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടുത്തെ പാല് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ പേക്കിങ് എല്ലാം കൂടെ ഉച്ചയ്ക്ക് മുന്നേ ഒരു 12 മണിയോടെ എല്ലാം കഴിയും. രാവിലെ 5:45 തുടങ്ങിയാൽ 12 മണിക്ക് ഇവിടെ എല്ലാം കഴിയും. നെയ്യ് ഉരുക്കുന്നതാണ്. നമ്മൾ ഇതിൽ ബട്ടർ കടഞ്ഞെടുക്കും. ഇതിനകത്താണ് ബട്ടർ കടഞ്ഞെടുക്കുന്നത്. ഈ പാത്രത്തിൽ നമുക്ക് ബട്ടർ കടഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് കാണത്തില്ല. ഇതെങ്ങനെ കറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ബട്ടർ വരും. ആ ബട്ടർ ഇതിലേക്ക് കോരി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ഈ വാൽവിൽ കൂടെ കളഞ്ഞിട്ട് പിന്നെ ഇതിൽ തന്നെ ഇട്ട് ഉരുക്കും. ഇതിപ്പോൾ ഇന്ന് റെഡി ആകില്ല. നാളെ ഒരു 10 മണി ആകുമ്പോഴത്തേനും, രാത്രിയാകുമ്പോൾ പൂട്ടി വെക്കും. പിന്നെ നാളെയും കൂടെ കുക്കിംഗ് ആക്കി വെള്ളം വറ്റിച്ച് അതിന് മുഴുവൻ വെള്ളം വറ്റിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഒരു 4-5 മണിക്കൂർ സമയം കൊണ്ട് റെഡിയായി വരത്തുള്ളൂ.
അപ്പം ബട്ടർ ഉരുക്കിയേക്കുന്നല്ലേ? ആ ബട്ടർ ഇട്ടിട്ട് അത് ഗ്യാസാണ് അടിയിൽ, ഓക്കെ. അത് കത്തി കത്തി വെള്ളം വറ്റണം. ഓക്കെ. നമ്മൾ നെയ്യ് ഉരുക്കിയ മെഷീനിൽ അത് ഉരുകുന്ന മെഷീനിൽ തന്നെ നമുക്ക് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പാൽ ഇതേപോലെ ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് വറ്റും. വറ്റി ലാസ്റ്റ് ആകുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ട് റെഡിയാക്കി എടുത്താൽ നമുക്ക് പേട റെഡിയാക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്, മെഷീൻ സിമ്പിളാണ്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇൻക്യുബേഷൻ റൂമാണ്. പാല് തൈര് ഒഴിച്ചിട്ട് പാക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാകാൻ വേണ്ടി വെക്കുന്ന 5 മണിക്കൂർ പാല് വെക്കുന്നുണ്ടല്ലേ? പാലല്ല, നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുന്ന പാലുണ്ടല്ലോ, അതിൽ ഉറയിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ 1 മണിക്കൂർ കൊണ്ട് പേക്ക് ചെയ്യും. പേക്ക് ചെയ്ത ശേഷം നമ്മളത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുന്ന റൂമാണ്. 5 മണിക്കൂർ ഇതിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് തൈര് റെഡിയായി കിട്ടുന്നത്. ഇന്ന് രാവിലത്തെ തൈര് മഴ കുറച്ച് തൈര് വെച്ചിട്ടുണ്ട്. ഇത് ക്യാനിൽ വെച്ചിട്ടുണ്ട്, ചൂടാണ്, കുറച്ച് ഹീറ്റുണ്ട് ഇതിൽ. 40 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് വെക്കുന്നത്. ഇൻക്യുബേഷൻ എത്ര ടെമ്പറേച്ചറിലാണോ തൈര് വെക്കുന്നത് അതേ ടെമ്പറേച്ചർ 5 മണിക്കൂർ നിൽക്കണം. അപ്പോൾ 40 ഡിഗ്രിയിൽ ഞങ്ങൾ വെക്കുന്നത് 40 ഡിഗ്രി 5 മണിക്കൂർ ഉണ്ടാവണം. 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ പുളി കുറഞ്ഞ തൈര് അല്ല 40 ഡിഗ്രിയാ അല്ല, നമ്മള് തൈര് സെറ്റാകാൻ വെക്കുന്ന ആ ചൂടുണ്ടല്ലോ, ഉറ മിക്സ് ആക്കുന്നത്, ആ ചൂട് 40 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പൊ അതില് നമ്മൾ പുളി കുറഞ്ഞ തൈര് ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂറിൽ പുറത്തെടുക്കും. പുളി കൂടിയ തൈര് 5 തൊട്ട് 8 മണിക്കൂർ വരെ അതിനകത്ത് വെക്കും. അങ്ങനെ ഇരിക്കും തോറും അതിന്റെ പുളി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കറക്റ്റ് നമുക്ക് വേണ്ടുന്ന ഇതായി കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുത്തിട്ട് നേരെ കോൾഡ് റൂമിൽ വെക്കും. കോൾഡ് റൂമിൽ വെച്ചാൽ പെട്ടെന്ന് അത് കൂളിംഗ് ആവും 2 ഡിഗ്രി വരെ. പിന്നെ അതിൽ ഫെർമെന്റേഷൻ നടക്കൂല, പുളി കൂടിയാല. അതാണ് അതിന്റെ ഉദ്ദേശമുള്ളൂ. വേറെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോൾഡ് റൂം സെറ്റ് ചെയ്യുന്നത്. ഈ ടിന്നിൽ വരുന്ന കട്ടത്തൈരിന്റെ എത്ര ദിവസം വരെ നമുക്ക് അത് കൂളിങ്ങിൽ 10 ദിവസം. കൂളിംഗ് നിൽക്കുമെങ്കിൽ 2 ഡിഗ്രി 4 ഡിഗ്രി ടെമ്പറേച്ചറിലാണെങ്കിൽ 10 ദിവസം നല്ല സേഫ് ആയിട്ട് നല്ല അതേ ടേസ്റ്റിൽ കിട്ടും. പുറത്ത് വെക്കുന്നെങ്കിൽ 3 ദിവസം. 3-ാമത്തെ ദിവസം ശരിക്കും 2 ദിവസമാണ് അതിന്റെ ഒരേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 3-ാമത്തെ ദിവസം കുറച്ച് മാറും. അപ്പൊ ശരിക്കും പുറത്ത് 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ പറയുന്നില്ല. കൂളിങ്ങിൽ 10 ദിവസം സേഫായിട്ട് വെക്കാം. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഫാമിന്റെ വൃത്തിയെ കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ടോ? അതായത് പശുക്കളെ എത്രത്തോളം വൃത്തിയിലൊക്കെയാണ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഹൈജീനിനെ കുറിച്ചൊക്കെ എത്രത്തോളം നിങ്ങൾ കെയർ കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ? നമ്മൾ ഹൈജീൻ പ്രധാനമായിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തന്നെയാണല്ലോ അതിൻ്റെ പാല് പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ശുദ്ധമായ ഗുണമുള്ള പാലിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലേ അത് അത്രയും നന്നായി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വൃത്തി. അല്ലെങ്കിലും ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഫാം തുടങ്ങിയ കാലം തൊട്ടും നമുക്ക് അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. രാവിലെ ക്ലീനിങ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ക്ലീനിങ്ങിന് ശേഷമാണ് തീറ്റയും കറവയും തുടങ്ങുന്നത്. കറന്ന ശേഷം വീണ്ടും നിലം ക്ലീൻ ചെയ്യും. അതിന് നമ്മൾ എന്ത് റിസ്ക് എടുത്താണെങ്കിലും പ്രഷർ പമ്പ് എപ്പോഴും 3 പ്രഷർ പമ്പ് ഉണ്ട് ഇവിടെ. 3 എണ്ണം 3 ഫാമിലി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്ലീനായിട്ട് അത് പോകും. അപ്പം രാവിലെയും വൈകുന്നേരം അതേപോലെ തന്നെ കറവ കഴിഞ്ഞിട്ട് മൊത്തമായും ക്ലീൻ ചെയ്തിട്ടാണ് ജോലിക്കാർ റൂമിലേക്ക് പോകത്തുള്ളൂ. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് ചാണകം നീക്കും. ചാണകം നീക്കുന്ന ഫുള്ളായി കോരി മാറ്റുമല്ല, പശു ചാണകത്തിൽ കിടക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക ചെയ്യുക. സൈഡിലേക്ക് ചാണകം മാറ്റി വെക്കും. പിന്നെ അതേപോലെ രാവിലെ 3 മണിക്ക് ഇവിടെ പണി തുടങ്ങുന്നത്, അതേ പണി ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും തുടങ്ങും. വീണ്ടും തുടങ്ങുമ്പോൾ ആദ്യം ക്ലീനിങ് ആണ്. ചാണകം വാരി നിലം കഴുകി വൃത്തിയാക്കി പശുവിൻ്റെ അകിടും നിലവുമാണ്. പശുക്കളെ പൊതുവായിട്ട് മുഴുവനായിട്ട് കുളിപ്പിക്കാറില്ല. ചാണകം ക്ലീനായിട്ട് കഴുകി കളയുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തമായും പശുവിൻ്റെ തലയടക്കം
കുളിപ്പിക്കുന്ന ഒരു രീതിയേ ഇല്ല. ഓക്കെ. നല്ല വേനൽക്കാലത്ത് പോലും നമ്മൾ ഇവിടെ അങ്ങനെ ചൂടൊന്നും അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് എപ്പോഴും നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ട് ചൂടിനെ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അപ്പോൾ ആണെങ്കിൽ തന്നെ നമ്മൾ കുളിപ്പിക്കാറില്ല. പിന്നെ അതിൽ ചാണകം ക്ലീനായിട്ട് കഴുകും 2 നേരവും, കറവയ്ക്ക് മുമ്പും കറവയ്ക്ക് ശേഷവും. അതിന് ശേഷം പുല്ല്, കറവ, അങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ ദിവസവും അതേ രീതിയിലാണ്. പിന്നെ രാത്രി 9 മണി വരെയും ചാണകത്തിൽ പശു കിടക്കാതെ ഇടയിൽ ചാണകം നീക്കുന്ന ഒരു രീതിയും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വൃത്തിയായിട്ട് ഇനി എപ്പോഴും ഉണ്ടാവുക. പിന്നെ തൊഴുത്തും പരിസരമൊക്കെ അത് ഓരോ സെക്ഷൻ ജോലിക്കാരും അവരവരുടെ ഭാഗം വളരെ ക്ലീനായിട്ട് കഴുകിയിട്ടിട്ടാണ് മറ്റു പണികൾക്ക് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കി വരുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കും. ഞാനും എപ്പോഴും തൊഴുത്തിലും ഇവിടെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ ഞാനും കൂടി ചെയ്യും. ഇത് ഞങ്ങളുടെ മറ്റുള്ളവർ ചേർന്ന്, വീട്ടിലുള്ള ബാക്കിയുള്ളവർ ചേർന്ന് ചെയ്യും. അങ്ങനെ അതിന് മെയിനായിട്ട് പിന്നെ നല്ല തീറ്റ കൊടുക്കുന്നതും. പശുവിന് നമുക്ക് 14 ഏക്കർ സ്ഥലം പുല്ലുണ്ട്. ഇത്രയും പശുവിന് മുഴുവനായിട്ടും പുല്ല് തന്നെ കൊടുക്കാനുള്ള നല്ല പുല്ല് ഞങ്ങൾക്ക് ലഭ്യമാണ്. കാരണം സ്ലറി 3 ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ മുഴുവനും സ്ലറിയും ഈ ഇതിലെ ഫാമിലുള്ള മുഴുവൻ വെള്ളവും എല്ലാം ഉപയോഗിച്ച് നനയ്ക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നല്ലപോലെ പുല്ലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നന്നായി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സ്വന്തമായിട്ട് തീറ്റ മിശ്രിതം ഉണ്ടാക്കിയിട്ടാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള തീറ്റ, ധാന്യപ്പൊടികളും തവിടും പിണ്ണാക്കും ഒക്കെ നല്ലത് തന്നെ വാങ്ങിയിട്ട് നമ്മൾ മനുഷ്യർ എങ്ങനെയാ നല്ലത് നോക്കി കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ പശുക്കൾക്കും പരമാവധി നല്ലത് തന്നെ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ നല്ല കൊടുക്കുമ്പോഴാണ് നല്ല ഗുണമേന്മയുള്ള പാല് കിട്ടുന്നത്. ഗുണമേന്മയുള്ള പാലിൽ നിന്നാണ് നല്ല നെയ്യും ഉൽപ്പന്നങ്ങൾക്കും ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങളുടെ കട്ടി മോരാണ്. 1/2 ലിറ്റർ മോര് ബോട്ടിലാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അതേപോലെ ഇത് ഞങ്ങളുടെ വെണ്ണ, നാടൻ വെണ്ണ, കടഞ്ഞെടുത്ത് നെയ്യ് ഉരുക്കുന്നതിന് മുമ്പുള്ള വെണ്ണ തന്നെ, അങ്ങനെ തന്നെ പേക്ക് ചെയ്തിട്ട് നാടൻ വെണ്ണ. ഇത് 100, 200, 1/2 ലിറ്റർ, അങ്ങനെ 1/2 കിലോ അങ്ങനെ ഉണ്ട് കേട്ടോ, വെണ്ണ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നെയ്യാണ്, നറുനെയ്യ്. വെണ്ണ ഉരുക്കി വെള്ളം വറ്റിച്ചെടുക്കുന്ന നെയ്യ്. ഇത് ചെറിയ 50 മില്ലി തൊട്ട് 1 ലിറ്റർ വരെയുള്ള ബോട്ടിലുകളിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന കട്ടത്തൈര്, പുളി കുറഞ്ഞ തൈര്, യോഗേട്ട് കൾച്ചർ ഉപയോഗിച്ച് ചെയ്യുന്ന പുളി കുറഞ്ഞ തൈരാണ്. ഇത് പുളി കൂടിയ തൈര്. ഇത് കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ഉറയിട്ടിട്ട് നല്ലപോലെ പുളി വരുന്ന തൈരാണിത്. കറിക്കായിട്ടാണ്, കറി തൈര് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല പുളി ഉണ്ടായിരിക്കും, കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മളുണ്ടാക്കുന്ന പനീറാണ്. പനീർ 200 ഗ്രാമിൻ്റെ പേക്കുകളിലാണ് പനീർ കൊടുക്കുന്നത്. അതേപോലെ ഇത് പാല് വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. 450 മില്ലി പാലാണ്. പശുവിൻ പാല്, ഹോമോജനൈസ് ചെയ്ത പാസ്ചറൈസ് ചെയ്ത പശുവിൻ പാലാണ്. ഇത് സാധാരണ പാല് തന്നെ, അതിൽ നിന്നൊന്നും എടുക്കുന്നുമില്ല, ഒന്നും ചേർക്കുന്നുമില്ല. പശുവിൻ്റെ പാൽ അങ്ങനെ തന്നെ ലൈഫ് കിട്ടാൻ വേണ്ടി പ്രോസസ്സ് ചെയ്യുന്നു, കൊടുക്കുന്നു എന്ന് മാത്രം. അതേപോലെ ഇത് തൈര്. ഇതിന് ഒരു മീഡിയം പുളിയായിരിക്കും. ഇത് കറിക്ക് ഉപയോഗിക്കാം, അല്ലാതെ കഴിക്കാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മീഡിയം പുളിയിൽ ഉണ്ടാക്കുന്ന ഒരു തൈരാണിത്. ഇത് ഞങ്ങളെടുക്കുന്ന സിപ്പപ്പാണ്. ഇത് 3 ഫ്ലേവറിലുണ്ട്. ഇത് ഗാർഡമം, മാംഗോ, പൈനാപ്പിള്. 20 എണ്ണത്തിൻ്റെ ഓരോ പാക്കറ്റുകളാണ്. 3 ഫ്ലേവറിൽ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 4 ഫ്ലേവറിൽ പ്രോസസ്സ് ചെയ്ത് ബദാം മിൽക്ക്, ചോക്ലേറ്റ് മിൽക്ക്, പിസ്ത, അങ്ങനെ ഫ്ലേവേർഡ് മിൽക്ക് ബോട്ടിലാക്കി ഇറക്കുന്നുണ്ട്. അതിപ്പോൾ സ്റ്റോക്കില്ല, ഇവിടെ കൊണ്ടുപോയതാണ്. പിന്നെ സംഭാരമുണ്ട് അതിൻ്റെ കൂടെ. സംഭാരത്തിൻ്റെയും പാക്കറ്റ് അടിച്ചതൊന്നുമില്ല, ജ്യൂസ് കാണിക്കാനില്ല. ഇത് ഞങ്ങൾ ഇറക്കുന്ന കൂടാതെ 4-5 സ്വീറ്റ്സ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അതിലൊന്നാണ് പിന്നെ ഇത് ഇന്നുണ്ടാക്കിയതാണ് പേട. പിന്നെ ഗീ ലഡു ഉണ്ട്. അതേപോലെ നമ്മൾ ഗുലാം ജാമുൻ അതുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗീ വട അതുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 ഐറ്റം സ്വീറ്റ്സ് ഐറ്റം
കുറേ അവാർഡുകൾ കാണുന്നു. അവാർഡ് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ കിട്ടിയതാണ് ഇത്. പിന്നെ നമ്മുടെ കൈരളി കതിർ അവാർഡ്. പിന്നെ അത് എനിക്ക് 2 സ്റ്റേറ്റ് അവാർഡ്, 1 ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. 2014 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതേപോലെ 2016 ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദേശീയ അവാർഡ് എന്താ? അത് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ്റെ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ഐഡിയ. അത് ഹരിയാനയിലെ കർണാലിൽ വെച്ചിട്ടാണ് കിട്ടിയത്. പിന്നെ അതിന് താഴോട്ടുള്ള ജില്ല അങ്ങനെ മേഖലാ അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു സംഭവമൊക്കെ തുടങ്ങാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? പ്രധാനമാണ്, ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഈ ക്ഷീരമേഖല ശരിക്കും നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഫാമിലി സപ്പോർട്ട് അത്യാവശ്യമാണ്. ഒരാൾക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ ഏൽപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളുണ്ടാവണം. ജോലിക്കാരെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ ഈ എപ്പോൾ ഇത് പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഒരിക്കലും നമ്മളെല്ലാം പഠിക്കണം. അതിന് ശേഷം ജോലിക്കാരെ നിർത്തി നമുക്ക് ജോലി ചെയ്യിക്കാമെങ്കിലും എല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അവരുടെ ഒപ്പം നമ്മൾ ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടാവണം. കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. വളരെ നമുക്ക് കാണുമ്പോൾ ഇത് വളരെ രസകരമായിട്ട് തോന്നുമെങ്കിലും അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതനുസരിച്ച് ഇൻകം ഉണ്ട് നമുക്ക് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ. അപ്പോൾ അതിന് ഫാമിലി സപ്പോർട്ട് നിർബന്ധമാണ്. അവർ ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ഒരു വ്യക്തി തന്നെ മുഴുവനും ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്, നഷ്ടങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ വീടടക്കം ഉണ്ടാക്കിയതടക്കമൊക്കെ നമ്മൾ ഈ പശു വളർത്തിയിട്ടാണ്. അതേപോലെ ഇന്ന് ഇത്രയും ഡെവലപ്പായി നിൽക്കുന്നതൊക്കെ ഈ പശുവിൽ നിന്നുണ്ടായ വരുമാനം കൊണ്ട് തന്നെയാണ്. വേറെ വരുമാനങ്ങൾ ഞങ്ങൾക്കില്ല. അപ്പോൾ അതിന് ശരിക്കും ഇത്രയും ഞങ്ങൾ ഡെവലപ്പ് ആയെങ്കിൽ അത് എൻ്റെ ഫാമിലിയുടെ മുഴുവൻ സപ്പോർട്ടും സഹകരണവും. വെറുതെ വായി കൊണ്ട് പറയലല്ല, അവരുടെ അധ്വാനം കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പേടിച്ച് അല്ലെങ്കിൽ മടിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഒത്തിരി റിസ്ക് ഒന്നും എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരോട്, എസ്പെഷ്യലി സ്ത്രീകളോട്, പെൺകുട്ടികളോട് പറയാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ? ഉപദേശം എന്ന് പറയാൻ നമ്മുടെ ജീവിതം തന്നെയാണ് ഉപദേശം എന്ന് പറയാനുള്ളത്. ഞാനെപ്പോഴും എൻ്റെ ജീവിതാനുഭവങ്ങളാണ് പറയാറുള്ളത്. അത് കേട്ടാൽ ഒരാൾക്ക് എങ്ങനെ പോകാമെന്ന് മനസ്സിലാവും. പറയാൻ പിന്നെ പ്രത്യേകിച്ച് ഉള്ളത്, നമുക്കൊരു കൊച്ചു ജീവിതമായി ഭൂമിയിലുള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു ദിവസം പോലും നമ്മൾ അലസരായി ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. എടുക്കാൻ അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നല്ല ചെയ്യുക. ഇങ്ങനെ ഈ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, പാലാണെങ്കിലും മറ്റുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിലും, ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അതാണ്. ഭൂമിയിലെ നല്ല പ്രവൃത്തി അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പശു വളർത്തുക, പാല് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി അതിൻ്റെ പുറകിലുണ്ട്. നല്ല ശുദ്ധമായ ഉൽപ്പന്നം കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ട് നമ്മുടെ ശുദ്ധമായ പാലെടുത്ത് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പൈസ വാങ്ങിയിട്ടാണെങ്കിൽ പോലും വിശ്വാസത്തോടെ കഴിക്കാൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിലൊരു സംതൃപ്തിയുണ്ട്. അതനുസരിച്ച് നമ്മുടെ അധ്വാനത്തിനുള്ളൊരു പ്രതിഫലം നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഈ മേഖല കൊണ്ടുപോകുന്നത്. അതേപോലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയായത്. ദൂരത്തൊന്നും പോകണ്ട, പിന്നെ 4 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ലതല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ഒരു 5-8 പേരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതേപോലെ നമ്മുടെ വീടിൻ്റെ ദൂരെ പോകാതെ നമ്മുടെ വീടും സാഹചര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതത്ര റിസ്ക്കിയുള്ള കാര്യമല്ല. ശ്രദ്ധ വേണം. ഈ ചെയ്യുന്ന പണി, പശു വളർത്തലും അല്ലെങ്കിൽ ഈ പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്ന ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ മേഖല, ഈ അനുബന്ധ മേഖല, ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ: ആത്മാർത്ഥമായിട്ട് അതിലേക്ക് നിൽക്കുക. വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 100% പശുവിൻ്റെ മേഖലയാണെങ്കിലും ഫാമും അതേപോലെ അനുബന്ധ മേഖലയും 100% അതിൽ ലയിച്ച് പഠിച്ച് ആത്മാർത്ഥമായിട്ട് നിന്നാൽ നല്ല വിജയമാണ്. ചെയ്യാൻ പറ്റുന്നതാണ്. സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ ഭാരപ്പെട്ട ഇതിലേറ്റവും ഭാരം എന്ന് പറയുന്നത് പുല്ല് ചെത്തി കൊണ്ടുവന്ന് പശുവിന് കൊടുക്കാന്നുള്ള
ഒരു പണിയാണ്. അതിനിപ്പോൾ ജോലിക്കാരെ വെച്ചാൽ പോലും ബാക്കിയെല്ലാം മിഷനറി സംവിധാനങ്ങളുള്ളത് കൊണ്ട് സിമ്പിളാണ്. പശുവിനെ കറക്കാൻ കൈകൊണ്ട് ബുദ്ധിമുട്ടില്ല, കുളിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതെല്ലാം നമ്മളൊന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത്രയും മിഷനറികളൊക്കെ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് സ്ത്രീകൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് ആളുകൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും വിജയം ഉണ്ടാകും. ഒന്ന് പഠിക്കണം, ഒന്ന് മനസ്സിരുത്തണം, അത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ലില്ലീസിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷമായിട്ട് ലില്ലീസിൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കട്ടത്തൈരും തൈരും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ട്, കാരണം ആ കട്ടത്തൈരിൻ്റെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കേട്ടോ. നിങ്ങളൊരു പക്ഷേ ഈ കട്ടത്തൈര് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കട്ടത്തൈര് എന്ന് പറഞ്ഞാൽ മിൽക്കി മിസ്റ്റിൻ്റെ ആയിരിക്കും. അതിനേക്കാട്ടും ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ലില്ലീസിൻ്റെ കട്ടത്തൈരൊന്ന് കഴിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഗംഭീര ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ, പെട്ടെന്ന് ഇഷ്ടപ്പെടും. പിന്നെ ഇതിപ്പോൾ ഓർഗാനിക്കും കൂടെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഏതായാലും ഈ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്ത ഒരു സാമ്രാജ്യമാണ് ഇപ്പം നമ്മളാ കണ്ടത്. അപ്പം നമുക്കെല്ലാവർക്കും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഒരു പ്രചോദനമാണ് ലില്ലീസ്, അല്ലെങ്കിൽ ലില്ലി മാത്യു എന്ന് പറയുന്ന ആ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ഈ ഒരു പ്രസ്ഥാനമൊക്കെ. ഏതായാലും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.